ഭാര്യയും മകനുമൊത്ത് കറണ്ടില്ലാത്ത താൽക്കാലികമായി നിർമ്മിച്ച ഷെഡിൽ 1 വർഷമായി വൈദ്യുതി കണക്ഷൻ ഇല്ലാതെ കഴിഞ്ഞുവന്ന കൊല്ലം അഞ്ചൽ സ്വദേശി കൂലിപ്പണിക്കാരനായ രമേശിന് ഇലക്ട്രിസിറ്റിയുടെ അഞ്ചൽ വെസ്റ്റ് ഓഫീസിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അജയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ സൗജന്യമായി വീട് വയറിംഗ് ചെയ്തു കൊടുക്കുകയും പോസ്റ്റ് ഉൾപ്പെടെ സ്ഥാപിച്ച് അടിയന്തരമായ വൈദ്യുതി കണക്ഷൻ നൽകുകയും ചെയ്തു. ഇലക്ട്രിസിറ്റിയുടെ അഞ്ചൽ വെസ്റ്റ് ഓഫീസിലെത്തിയ രമേശൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അജയനോട് ആവശ്യപ്പെട്ടത് തനിക്ക് പ്രതിമാസം 4 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതിന് തന്റെ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്നായിരുന്നു. ഇതിനെ തുടർന്ന് രമേശിനോട് വിവരങ്ങൾ അജയൻ ചോദിച്ചപ്പോഴാണ് രമേശനും കുടുംബവും നാളിതുവരെ വൈദ്യുതി ഇല്ലാത്ത വീട്ടിലാണ് താമസിച്ചു വന്നതെന്ന് മനസ്സിലായത്. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം. 1 വർഷക്കാലമായി വൈദ്യുതി ഇല്ലാതെ 2 മുറിയിൽ ഭാര്യയും മകനും ഒപ്പം താമസിച്ചു വന്ന രമേശൻ വടമൺ സ്വദേശിയാണ്. ഇന്ന് രാവിലെ അഞ്ചൽ ഇലക്ട്രിസിറ്റി ബോർഡ് വെസ്റ്റ് ഓഫീസിൽ വീട്ടിൽ മണ്ണെണ്ണ ലഭിക്കാൻ വേണ്ടി വീട്ടിൽ കറണ്ടില്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വെസ്റ്റ് ഓഫീസിലെ AE കാണാനായിട്ട് എത്തിയത്. വിവരം മനസ്സിലാക്കിയ AE തന്നെ ഇടപെട്ട് ഇന്ന് വീട്ടിൽ അടിയന്തരമായി കറണ്ട് കൊടുക്കുകയും ഒരു പോസ്റ്റ് സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടി പൂർത്തീകരിച്ച് വീട്ടിൽ വൈദ്യുതിക്ക് വേണ്ടി വയറിംഗ് പണി വരെ ഈ AE അജയൻ്റെ നേതൃത്വത്തിലാണ് സൗജന്യമായി ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നല്ല ഉദ്യോഗസ്ഥരും ഇലക്ട്രിസിറ്റി ഓഫീസിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ വാർത്തയിലൂടെ പ്രേക്ഷകർ എത്തിക്കാനുള്ളത്. രമേശൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാനുള്ളത്, രമേശൻ എന്തുകൊണ്ടാണ് 1 വർഷക്കാലമായി ഇരുട്ടത്ത് കറണ്ട് ഇല്ലാതെ കഴിഞ്ഞത്? സാഹചര്യം അപേക്ഷിക്കുകയോ ഒന്നും ചെയ്തില്ല, ആരെയും ശ്രദ്ധപ്പെടുത്തിയില്ല, പരാതിപ്പെട്ടില്ല, അപേക്ഷ കൊടുത്തില്ല, കറണ്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് സാഹചര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ മകന് വയ്യാതെ ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അതിൻ്റെ പേര് ഞാൻ ജോലി ചെയ്യുന്ന പൈസയെല്ലാം ഇതിൽ ആശുപത്രി സംബന്ധമായി കൊണ്ട് കൊടുക്കുകയും പിടിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഒക്കാഞ്ഞത്. പിന്നെ അതും പോലെങ്കിൽ ഇതുപോലെ ഷെഡായിരുന്നു, പ്ലാസ്റ്റിക് വലിച്ച് ഇട്ടിരിക്കുക. പുതിയ വീടൊക്കെ വെക്കുമ്പോൾ കറണ്ട് അപേക്ഷിക്കാവുന്ന ധാരണയായിരുന്നു. എന്തായാലും ഇന്ന് സന്തോഷം. ഇന്ന് എന്തിനാണ് ഇലക്ട്രിസിറ്റി ഓഫീസ് യഥാർത്ഥത്തിൽ പോയത്? റേഷൻ കാർഡ് വേണമായിരുന്നു. അന്നേരം ഇലക്ട്രിസിറ്റി ബോർഡിൽ ചെന്ന് കറണ്ട് ഇല്ല എന്നുള്ള ഇത് വേണമായിരുന്നു. അങ്ങനെ എന്ന് പറഞ്ഞു. അന്നേരം അതല്ല, നിങ്ങൾക്ക് കറണ്ട് വേണം എന്നുള്ള ഒരു നിലപാട് ആയിരുന്നു സ്വീകരിച്ചത്. ഉദ്യോഗസ്ഥൻ അജയ് സാർ ഇടപെട്ട് അല്ലേ? അന്നേരം വൈദ്യുതിക്ക് വേണ്ടിയല്ല ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെന്നത്, മണ്ണെണ്ണ ലഭിക്കാൻ വേണ്ടി വീട്ടിൽ വൈദ്യുതി ഇല്ലാത്ത വീട്ടിലാണ് താമസിക്കുന്നത് എന്നൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെന്ന മനുഷ്യനാണ് ഇന്ന് രാവിലെ ചെന്നു വൈകുന്നേരം നേരെ തിരിഞ്ഞ് കറണ്ട് വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ സന്തോഷത്തിലാണ്. ഓക്കെ. ഇതോടെ അജയൻ രമേശിന്റെ വീട് സന്ദർശിക്കുകയും അടിയന്തരമായ വീടിന് അജയൻ തന്നെ വയറിംഗ് നിർമ്മാണം പൂർത്തിയാക്കി വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെ സ്ഥാപിച്ചു രമേശിന്റെ വീട്ടിൽ വൈദ്യുതി എത്തിച്ചു നൽകുകയായിരുന്നു. ഇതിൻ്റെ പേരില്ല, ഒരു ഷെഡാ, അതൊന്ന് ശരിയാക്കിയിട്ട് വൈദ്യുതി എടുക്കാമെന്ന് കരുതി. ഒരു കുഞ്ഞിവിടെ വയ്യാതെ കിടന്നിട്ട് പോലും ഇവിടുന്ന് കറണ്ട് അവരിങ്ങോട്ട് എടുത്തില്ല. അവർ 1 വർഷം കൊണ്ട് ഇവിടെ കിടക്കുവാണ്. എന്നിട്ട് ഇവിടുന്ന് അയൽ വീട്ടിൽ നിന്നോ എങ്ങും കറണ്ട് എടുത്തില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ അവർ പോയി പരാതി പറഞ്ഞ് ഈ സാറ് ശരിയാക്കി കൊടുത്ത് വളരെ ഉപകാരം. നന്ദി, നമസ്കാരം. വൈദ്യുതിക്ക് വേണ്ടി ബന്ധപ്പെട്ട ഓഫീസിൽ ഇതുവരെ ഒരു അപേക്ഷ പോലും നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല, തന്റെ വീട്ടിൽ വൈദ്യുതി വേണമെന്ന് ബന്ധപ്പെട്ട അധികൃതരോടോ ജനപ്രതിനിധികളോടോ പരാതിപ്പെടുകയോ ചെയ്തിട്ടില്ലായിരുന്നുവെന്നും ഇലക്ട്രിസിറ്റി ഓഫീസിലെ ജീവനക്കാർ പറഞ്ഞു. പ്രതിമാസം 4 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതിന് തന്റെ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ ഇല്ല എന്ന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് ഇലക്ട്രിസിറ്റി അഞ്ചൽ വെസ്റ്റ് ഓഫീസിലെത്തിയ രമേശിന് ഈ ദിവസം വൈകുന്നേരമായതോടെ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ എത്തിയത് രമേശിനും കുടുംബത്തിനും സന്തോഷത്തിന്റെ പ്രകാശമായിരുന്നു വീട്ടിൽ തെളിഞ്ഞത്. നല്ലൊരു വീട് വയ്ക്കുമ്പോൾ വൈദ്യുതി കണക്ഷൻ എടുക്കാമെന്നായിരുന്നു കരുതിയതെന്ന് രമേശൻ പറഞ്ഞു. ന്യൂസ് കേരളം, കൊല്ലം. ഹെവി എക്യുപ്മെന്റ് പഠനത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനം, ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ് നേരിട്ട് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം. 5 ഏക്കറിൽ അമേരിക്കൻ ടെക്നോളജി പ്രാക്ടിക്കൽ യാർഡ്, ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോളിക് മെക്കാനിക്കൽ ലാബ്, 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിദേശത്തു നിന്നും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന ജോലി നേടി ജീവിക്കുന്നു. പുതുപുത്തൻ എക്യുപ്മെന്റ്സിൽ ഓപ്പറേറ്റിംഗ്, മെയിന്റനൻസ്, ഹൈഡ്രോളിക് മെക്കാനിക്കൽ ക്ലാസുകൾ, താമസിച്ച് പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി. 30 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വിദഗ്ധനായ അധ്യാപകൻ നേരിട്ട് ക്ലാസുകൾ നയിക്കുന്നു. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, RTO ഗവൺമെന്റ് ലൈസൻസ്, JCB, ക്രെയിൻ, ടെലിസ്കോപ്പ്, ഹൈഡ്രാ ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് ടവർ ക്രെയിൻ, മാനുവൽ ഫോർക്ക് ലിഫ്റ്റ്,
ഓട്ടോമാറ്റിക് ഫോർക്ക് ലിഫ്റ്റ്, ഇലക്ട്രിക്കൽ ഫോർക്ക് ലിഫ്റ്റ്, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ, ബൂം ലോഡർ, വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ, ബോബ് ക്യാറ്റ്, റോഡ് റോളർ, ഹിറ്റാച്ചി ഡോസൽ ലോഡർ. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം.